എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുമാ കാന്തരാജ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് കുടുംബജീവിതം സന്തോഷകരമാക്കുന്ന പ്രധാന വിഷയത്തെ പറ്റിയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ സഹനം എന്ന വിഷയത്തെ പറ്റിയാണ് സംസാരിച്ചത്. ഇന്നത്തെ വിഷയം ആത്മാർത്ഥത. ദാമ്പത്യ ബന്ധത്തിന്റെ അടിസ്ഥാനം ആത്മാർത്ഥതയാണ്. അതിനു വേണ്ടത് പരസ്പരം ഉള്ള വിശ്വാസം ആണ്. അതില്ലെങ്കിൽ ഒരു ദാമ്പത്യ ബന്ധവും വിജയിക്കില്ല. പരസ്പരം അവഗണിക്കുന്തോറും പങ്കാളികളിൽ സ്നേഹം കുറഞ്ഞുകൊണ്ടേയിരിക്കും. സ്ത്രീയും പുരുഷനും സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. ഒരിക്കലും ഒരേ രീതിയിൽ ആയിരിക്കില്ല. പരസ്പരം സുരക്ഷിതത്വവും വിശ്വാസവും ഉള്ള ദാമ്പത്യ ജീവിതമാണ് ആത്മാർത്ഥമായ ദാമ്പത്യ ജീവിതം. 1000 ശരികൾ ചെയ്താലും നാം ചെയ്യുന്ന ഒരു തെറ്റിൽ നമ്മളെ വിലയിരുത്തുന്നവർ ആത്മാർത്ഥത ഇല്ലാത്തവരാണ്. പരസ്പരം പരിഹസിക്കുന്നവരിൽ ആത്മാർത്ഥത കുറവാണ്. തക്കതായ കാരണങ്ങൾ ഒന്നും ഇല്ലാതെ പലപ്പോഴും വാക്കു പാലിക്കാതിരിക്കുന്ന പങ്കാളികൾ ആത്മാർത്ഥതയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തവരാണ്. പങ്കാളികളുടെ അഭിപ്രായങ്ങൾക്കും തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരും പങ്കാളിയുടെ അവകാശങ്ങളെയും ഇഷ്ടങ്ങളെയും എതിർക്കുന്നവരും ആത്മാർത്ഥതയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തവരാണ്. പരസ്പരം തങ്ങളുടെ തെറ്റുകളെ സമ്മതിക്കാത്തവരും തോറ്റു കൊടുക്കാത്തവരും ഇവരിൽ ഉൾപ്പെടും. പരസ്പരം തോറ്റു കൊടുക്കാതെ വ്യക്തിപരമായി വിജയിക്കണം എന്ന ആഗ്രഹത്തെക്കാൾ പരസ്പരം തോറ്റു കൊടുത്ത് കുടുംബജീവിതത്തെ വിജയിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ നമ്മളെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുൻപിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം ആ ശരികളിലും അവർ കുറ്റം കണ്ടുപിടിക്കും. മറ്റുള്ളവരോട് നമ്മളെപ്പറ്റി മോശമായി സംസാരിക്കുന്ന പങ്കാളി ആത്മാർത്ഥത തീരെ ഇല്ലാത്തവരാണ്. ലാഭം മാത്രം നോക്കി സ്നേഹം പ്രകടിപ്പിക്കുന്ന പങ്കാളിയിൽ ആത്മാർത്ഥത കുറവാണ്. നമ്മളെ അറിയാവുന്നവർ പലരും ഉണ്ടാകും. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്നവർ കുറച്ചു പേർ മാത്രമേ കാണുകയുള്ളൂ. ജീവിതത്തിൽ അനുമാനം ഒരുപക്ഷെ തെറ്റിയേക്കാം. പക്ഷെ അനുഭവം ഒരിക്കലും തെറ്റില്ല. കാരണം അനുമാനം നമ്മുടെ മനസ്സിൻ്റെ ഭാവന മാത്രമാണ്. മറിച്ച് അനുഭവം നമ്മുടെ ജീവിതത്തിൻ്റെ പാഠമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വഞ്ചന എന്ന് പറയുന്നത് നിങ്ങളോട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരോട് സ്നേഹം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയമാണ്. സ്നേഹം അഭിനയിക്കുന്നവർക്ക് ആത്മാർത്ഥത ഉള്ളവരെ തിരിച്ചറിയുവാൻ കഴിയില്ല. ആത്മാർത്ഥത കാണിക്കുന്നവർക്ക് അഭിനയിക്കുന്നവരെ തിരിച്ചറിയുവാനും സാധിക്കുകയില്ല. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പങ്കാളി അവർ എത്ര തിരക്കിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്യും. അവസാനമായി എനിക്ക് പറയാനുള്ളത്, മൃദുവായ സ്വഭാവം ബലഹീനയായി കാണരുത്. വെള്ളം പോലെ മൃദുവായത് വേറെ ഒന്നുമില്ല. പക്ഷെ അതിൻ്റെ ശക്തിക്ക് ഏറ്റവും ശക്തമായ പാറകളെപ്പോലും തകർക്കാൻ കഴിയും. മറ്റൊരു പോയിന്റിനെ പറ്റി അടുത്ത എപ്പിസോഡിൽ സംസാരിക്കുന്നതാണ്. താങ്ക് യു.